നമസ്കാരം. 1974 ജി അരവിന്ദൻ്റെ ഉത്തരായനം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന കലാകാരി. അതേ വർഷം തന്നെ സ്വപ്നാടനം എന്ന ചിത്രത്തിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടുകയും സിനിമാ സീരിയലുകളിലും സ്വഭാവ വേഷങ്ങളിലൂടെയും കോമഡി വേഷങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിത്വം. വർത്തമാനകാലത്ത് നിലപാടുകൾ തുറന്നു പറയുന്നതിലൂടെയും ഏറെ ശ്രദ്ധ നേടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ, നമ്മുടെ സ്വന്തം മല്ലികാമ്മ. ഹൃദയപൂർവ്വം അമ്മയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഒരു ചെറിയ തിരുത്തുണ്ട്. അതേ വർഷത്തിലല്ല അവാർഡ് 74 വന്നു എന്നുള്ളത് സത്യം. പക്ഷെ അവാർഡ് കിട്ടുന്നത് സ്വപ്നാടനം 76. ഫസ്റ്റ് സിനിമ 1974 ആ സിനിമയിൽ ആക്ച്വലി എങ്ങനെ ഡെബ്യൂ വന്ന എങ്ങനെയായിരുന്നു? അതായത് ഞാൻ കോഴിക്കോടുള്ള സമയത്ത് എൻ്റെ അച്ഛൻ, അറിയാമെന്നറിയില്ല, കൈനിക്കര ഫാമിലി എന്ന് പറയും. കൈനിക്കര പത്മനാഭമുള്ള കുമാരുള്ള അവർ 5 ബ്രദേഴ്സാണ്. അവരുടെയൊക്കെ ഒരു വലിയ ഒരു ശിഷ്യനെ പോലെ അവരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്ന തിക്കുടിയൻ സാർ എന്നൊരാൾ അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പട്ടത്തുള്ള കരുണാകരൻ സാറ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അരവിന്ദൻ സാറിനെ വെച്ചൊരു പടം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം എനിക്ക് യൂണിവേഴ്സിറ്റി ലെവലിൽ മികച്ച നടിക്കൊക്കെ ഞാൻ വിമൻസ് കോളേജ് പഠിക്കുമ്പോൾ അവാർഡൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ കുട്ടി വേണം. അപ്പോൾ തിക്കുടിയൻ സാറിന് എന്നോടുള്ള പരിചയം കൊണ്ട് എനിക്കറിയാം അവൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ചോദിച്ചു. ഞാനും പറഞ്ഞതെന്നാൽ അത് സിനിമ അഭിനയിച്ചിട്ടില്ല, നാടകമൊക്കെ കോളേജിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒന്നുമില്ല. ഇത് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ല. ഇതിനകത്തെ പ്രധാന കഥാപാത്രം ഹീറോയാണ്. പിന്നെ ഹീറോയെ സ്നേഹിക്കുന്ന മുറപ്പെണ്ണം എന്ന് പറയുമ്പോൾ ഹീറോയിൻ എന്നൊക്കെ ഇന്നത്തെ ഭാഷയെ പറയാം. അന്നൊരു ഹീറോയിൻ്റെ ഒരു സംഭവമൊന്നുമില്ല. അതിനകത്ത് ആ പടം 5-6 സീനേ ഉള്ളൂ. എങ്കിലും അത് അഭിനയിക്കാൻ ഞാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു പോകുന്നു. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് ആ ചിത്രത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുകയും അതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നയാൾ, എനിക്കന്ന് അദ്ദേഹത്തിന് ഇല്ല മാതൃഭൂമി ആഴ്ചപ്പതിൻ്റെ പുറകിലെ കാർട്ടൂൺ പരമ്പര ചെറിയ ലോകം വരെ അത് വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇദ്ദേഹമാണോ അത് വരയ്ക്കുന്നത് എഴുതുന്നതൊക്കെ എന്നൊക്കെ എനിക്കൊരു അത്ഭുതമായിരുന്നു. പിന്നെ ഞാൻ കണ്ടപ്പോഴാണ് ഒരുപാട് ഒരു പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവും പരിചയവും ചലച്ചിത്ര ലോകത്തിനെ പറ്റിയും ആ മാധ്യമത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയാവുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതൊരു പക്ഷേ എൻ്റെ ഭാഗ്യമായിരിക്കും. എവിടെ തുടങ്ങി എന്ന് പറയുന്നത് വലിയ ഒരു അഭിമാനമാണല്ലോ. അരവിന്ദൻ സാറിൻ്റെ പടത്തിലൂടെ വന്നു എന്ന് പറയുന്നത് പിന്നീട് എനിക്കതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് വന്നു. അയ്യോ, അരവിന്ദൻ സാറാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് പുറത്തു പോകുമ്പോഴും അദ്ദേഹത്തിനെ എല്ലാവരും അറിയും. നമ്മളെ അറിഞ്ഞില്ലെങ്കിലും ജി അരവിന്ദൻ എന്ന് പറയുന്ന പ്രതിഭാധനായ സംവിധായകനെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ അഭിനയിക്കുന്നു. ആദ്യത്തെ സീൻ ഒരു അമ്പലത്തിൻ്റെ വെളിയിൽ വെച്ചിട്ട് ഡോക്ടർ മോഹൻദാസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മാസത്തിന് മുമ്പ് നമ്മുടെ KG ജോർജ് സാറിൻ്റെ സ്വപ്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഡോക്ടർ ഒത്തിരി വയസ്സായതുപോലെ അല്ല, നമ്മൾ കറപ്പം കേട്ടിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും സാറ് ഞാൻ ഡോക്ടർ പോയി പറയൂ, ഡോക്ടർ ഇത്ര വയസ്സായത്. അത് ശരി, ഇപ്പം എത്ര വയസ്സാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനെയും ഭാര്യയും കൂടെ ഞാൻ തിരുവല്ലായി വെച്ച ഒരു പരിപാടിക്ക് ഇടയ്ക്ക് കണ്ടു, ജോർജ് സാറിൻ്റെ ഒരു പരിപാടിക്ക്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പരിപാടിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അഭിനയിച്ചു. ഒരു 5-6 സീനെ വീട്ടിലും പുറത്തുമൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു. അത് പിന്നീട് വരുന്നു. അത് വലിയ ഒരു നാഷണൽ അവാർഡ് വരെ ഉള്ള ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കി. അങ്ങനെയാണ് ആദ്യത്തെ പടം ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്കായിരുന്നു കൂടുതൽ അഭിമാനം. ഞാൻ അരവിന്ദൻ സാർ കൊണ്ടുവന്ന ഒരു ആർട്ടിസ്റ്റാണ് എന്നൊരു പട്ടി നമുക്കൊരു ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മുടെ സ്വദേശം എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുള്ള ഹരിപ്പാട്. അപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന സിനിമയുടെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? അല്ല, ഇത് ഈ പടത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പന്നിയങ്കര, കോഴിക്കോട്. അത് ഒരു ആറ്, ഒരു അമ്പലം, പക്ക നാട്ടുപുറം. അവിടെ അങ്ങനെ ജനസഞ്ചാരമൊന്നുമില്ല. ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഷോട്ട് മോഹൻദാസ് സൈക്കിൾ ഓടിച്ച് വരുന്നത് നോക്കിയാൽ അറിയാം. ആളെ മാറ്റി നിർത്തിയൊന്നുമല്ല, ആളിനെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഒരാളെ കുറുകെ സത്യം അത്രയ്ക്ക് ജനവാസമില്ലാത്ത ഒരു നാട്ടുപുറത്തെ ഒരു വഴിയിലൂടെ സൈക്കിൾ ഓടിച്ച് വരുന്നു, ഞാനെതിരെ ചെല്ലുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് കണ്ടുപിടിച്ചതാണ് അവർ. ഒട്ടും ഒരു ജനശ്രദ്ധ ആകർഷിക്കാത്ത ഒരു സ്ഥലം, ഒരു നാട്ടുപുറം. അവിടെ 1-2 വീടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. അത് അവർ ലൊക്കേഷൻ സെലക്ട് ചെയ്തത്. ഈ പറഞ്ഞൊരു ഫാമിലി, കൈനിക്കര ഫാമിലി ആയതുകൊണ്ട് ലിറ്റററി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് വിട്ടത്. വേറെ അല്ല, ശരി, അത് പറഞ്ഞു. ഇങ്ങനെ മെഡിക്കായിട്ടൊക്കെ അഭിനയിച്ചു അവാർഡ് കിട്ടിയത് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. അതായത് ഡോക്ടർ NS വാര്യർ ഗോൾഡ് മെഡൽ. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പലൊക്കെ ആയിട്ടിരുന്ന ആളാണ് ഡോക്ടർ NS വാര്യർ. അപ്പോൾ അതൊരു വലിയ കെയർ ഓഫ് ആയിട്ട് വിളിച്ചു. ഞാൻ വരാമെന്ന് സമ്മതിച്ചു. എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നീടാണ് സിനിമ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയ സംഭവമല്ല. ക്യാമറയുടെ റൈറ്റ് നോക്കണം എന്ന് പറയുമ്പോൾ ഒരാൾ ഇപ്പോഴും പുതിയ ആൾക്കാർക്കെല്ലാം അങ്ങനെ കൈ വെച്ച് കൊടുക്കും, ഇവിടെ നോക്കണം എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ഇപ്പോൾ കൈ വയ്ക്കുന്നത് ഞങ്ങൾക്ക് അസൗകര്യമാണ്, കാരണം ഇപ്പോൾ റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ അത് കാരണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ആ നിസ്സാരം ആ ഒരു പൊസിഷൻ, ഒരു നമ്മുടെ ലുക്കിംഗ് പൊസിഷൻ തൊട്ട് നമ്മൾ നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ഓരോ ചലനങ്ങൾക്കും ക്യാമറയുടെ ഒരു കണക്കുണ്ട്. അതിനനുസരിച്ച് നിൽക്കണം. നമ്മുടെ അഭിനയം അങ്ങനെ ആയിരിക്കണം. ക്ലോസപ്പ് എന്നും മിഡ് ഷോട്ട് എന്നും എല്ലാം ഒരുപാട് ഈ വൈഡ് അത് ഇതൊക്കെ പോലുള്ള അതെല്ലാം ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെന്നൊക്കെയുള്ളതിനെ പഠിക്കാൻ തുടങ്ങിയതും ഞാൻ ഒരുപക്ഷെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് ജോർജ് സാറിൻ്റെ പടങ്ങളിലൂടെ. സാറാണ് എനിക്ക് സംസ്ഥാന അവാർഡ് വരെ വാങ്ങിച്ചതൊരു വ്യക്തി. അതെ, സ്വപ്നാടനത്തിൻ്റെ ഈ അവാർഡ് പിന്നീട് അങ്ങോട്ടുള്ള കരിയറിലേക്ക് മാഡത്തിന് എങ്ങനെയായിരുന്നു മുതൽക്കൂട്ടായത്? ഒരു വ്യത്യാസം ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ അന്നൊരു പടം കിട്ടുമ്പോൾ നല്ല സംവിധായകന് നല്ല പടം. ഇപ്പം എനിക്ക് ജോർജ് സാറിൻ്റെ മിക്കവാറും എല്ലാ പടത്തിലും ഞാനുണ്ട്. വിൻസെൻ്റ് മാഷിൻ്റെ പടം, അതുപോലെ ഒരുപാട് സംവിധായകർ. അന്ന് പ്രശസ്തരായ മെയിൻ സ്ട്രീം സിനിമാക്കാരെന്ന് പറയുന്നത് ശശികുമാർ സാറ്, AV രാജ് സാറ്, പിന്നെ ലിസ ബേബി സാറ്, ഇവരൊക്കെ വലിയ സംവിധായകരാണ്. ഞാൻ അവരുടെയൊക്കെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ട്രാക്കിലൂടെയാണ് ജോർജ് സാറൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവരൊന്നും വെറും കമേഴ്ഷ്യലിലേക്ക് പണം ഓടണമെന്ന് വിചാരിക്കില്ല, പക്ഷേ എങ്കിലും അവരുടെ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനുഷ്യ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിന്ന് ഓരോ കഥാപാത്രവും നമുക്ക് സ്വയം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ഇതായിരിക്കും. കാരണം ചിലപ്പോൾ ചില പടത്തിലെ ഒരു സ്ത്രീയെ കണ്ട കഷ്ടം അല്ല, അവരുടെ കഥ പോലെ ഉണ്ടല്ലോ ഇത് എന്ന് നമുക്ക് തോന്നുന്ന പോലെ അതൊരു വലിയ കഴിവാണ് അങ്ങനെയുള്ള സംവിധായകരുടെ പടങ്ങളിൽ അഭിനയിക്കാൻ. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നായികാ സങ്കല്പത്തിൽ അതൊന്നും അല്ല, നമ്മുടെ ലുക്കേ അങ്ങനെ അല്ല ശരിക്കും. അപ്പോൾ എനിക്കൊക്കെ നല്ല വേഷം, നല്ല സംവിധായകർ, അതിനകത്ത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പി സാർ വരെയുള്ള പടങ്ങളിൽ ഇത് ഈ പറയുന്നത്. തമ്പിൻ്റെ വൈഫ് രാജി ഞാനുമായിട്ട് വലിയ അടുപ്പമാണ്. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ പഠിക്കുകയും, രാജി ഇച്ചിരി സീനിയറാണ്, എന്നാലും അങ്ങനെയൊക്കെ ഓരോരോ സംവിധാനം നടത്തി ചെല്ലുമ്പോൾ ഈ സ്വയം എഴുതാൻ അറിയാവുന്ന സംവിധായകരുടെ അഭിനയിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ സെറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു, സാർ അതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അത് ഒരു മിനിറ്റ് കൊണ്ടത് അത് അവിടുത്തെ തിരുത്തി തരിക, എന്നാൽ പിന്നെ ഇങ്ങനെ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു കഴിവും കൂടെ സംവിധായകനുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് കുറേ കൂടെ എളുപ്പം. അപ്പം ഇതിനകത്ത് സ്വപ്നാടനത്തിലൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മലയാള സിനിമയുടെ നായികയൊന്നും ആയിട്ടില്ല. പക്ഷേ ക്യാരക്ടർ റോൾസ് കുറേ അധികം എനിക്ക് വന്നതൊരു പക്ഷേ അങ്ങനെ എനിക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെ. പിന്നീട് അങ്ങോട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എല്ലാവരുടെയും കൂടെ ഇപ്പം പറയുകയാണെങ്കിൽ ഇന്ന് മലയാളത്തിലില്ലെങ്കിൽ പോലും സത്യൻ മാഷ് മാത്രം പോയി, ബാക്കി സാറ്, നസീർ സാറ്, ഉമ്മർ സാറ്, ജയൻ, സോമേട്ടൻ, സുഖേട്ടൻ, കമലഹാസൻ, അതാണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കൂടെ വരെ ഞാൻ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇങ്ങനൊരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അവർ മലയാളം നന്നായിട്ട് പറയും, ആരും ഡബ് ചെയ്യണ്ട. ഞാൻ ഇന്നേ വരെ എൻ്റെ വോയിസ് ആരെ കൊണ്ട് ഞാൻ ഡബ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഞാൻ തന്നെയാണ്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഡബിങ് ആയിട്ട് മാഡം ഉണ്ട്. അത് എന്താ കാര്യം വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ ഓടിയ തെലുങ്ക് കന്നഡ പടങ്ങളുണ്ട്. അപ്പം അതൊന്ന് വലിയൊരു ബിസിനസ്, അത് മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത്. അഭയദേവ് സാറാണ് മിക്കവാറും എല്ലാ പടത്തിൻ്റെയും ഡയലോഗ് എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറയാം. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞില്ല നായികമാർക്ക് പലർക്കും ഡബ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ഥിരമായിട്ടൊന്ന് കോട്ടയം ശാന്ത ചേച്ചി, TR റോമന ചേച്ചിയൊക്കെയാണ്. അപ്പോൾ ചില പുതിയ കഥാപാത്രം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കന്നഡയിലെ കൽപ്പന എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ശബ്ദം ഒന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് വലിയ വിളിക്കാം, സാറ് വിളിക്കും, സാർ ഇതൊക്കെയാണ് ഡയലോഗ് എന്ന് പറയുമ്പോൾ മോഡുലേഷനൊക്കെ എനിക്കൊരുവിധം അറിയാവുന്ന സാറിനും അറിയാം. അങ്ങനെ കുറേ പടങ്ങൾ, അത് നല്ലത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ട് വെറുതെ ഡബിങ് മാത്രം ചെയ്യുകയും നല്ല കാശും തരും. അപ്പോൾ അതിനൊന്ന് വലിയ വരുമാന മാർഗവും കൂടാണ്. ഇപ്പോൾ 2 പടം ഇല്ലെങ്കിലും ശരി, നമുക്ക് 2 ഡബിങ് കൂടെ അതിലും കൂടുതൽ കാശ് കിട്ടും. അങ്ങനെ ഞാൻ ഡബിങ് കുറേ പടങ്ങളുടെ ഡബിങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നായികമാർക്ക് ഡബ് ചെയ്തു. സീമ, അവളുടെ രാവുകളിൽ ഈ മോനൊക്കെ കാണുന്ന 18 പ്രാവശ്യം കണ്ടു കാണും ആ പടം അല്ലേ. അപ്പം ഞാൻ എപ്പോഴും പറയും കൊച്ചി പിള്ളേരുടെ അവളുടെ രാവുകളിൽ അമ്മയാണോ, അയ്യോ എന്തോരം അതിശയം എന്ന് പറയും ഞാൻ. അപ്പോൾ അവളുടെ രാവുകൾ, പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു സിനിമയുടെ 2-3 പടങ്ങൾ, അടവുകൾ 18, അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഡബിങ്ങിൽ ഒക്കെ നമ്മളെ സുകുമാര സാറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം നിർത്തി പെട്ടി എടുക്കാൻ തുടങ്ങി, ഒരു ജീവിതത്തിലേക്ക് കിടക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ. അപ്പോൾ അങ്ങനെയാണ് സീമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. കനകദുർഗ, ഹേമ ചൗധരി, ശാരദ ചേച്ചി, ഒരുപാട് പേർക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്.
ആ ഒരു ഇടവേളയിട്ട് എടുത്തെന്ന് പറഞ്ഞൊരു സമയമില്ലേ, അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് കൂടുതൽ കാലഘട്ടം? അല്ല, ഇടവേള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഇടവേള സിനിമയിൽ നിന്നും എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സുവേട്ടൻ കണ്ടപ്പോൾ എനിക്കും ഈ പറഞ്ഞതിലോട്ട് ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്കൊരു കുടുംബം, അത് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഒരു കുടുംബം, എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് സുവേട്ടൻ തന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കണ്ട് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഈ ഒരു വിവാഹം സുവേട്ടൻ എന്നെ സ്വീകരിച്ച് അത് കൊണ്ടുപോകാം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലെത്തിയപ്പോൾ എനിക്ക് പിന്നെ സിനിമ വേണ്ടാന്ന് തോന്നി. കാരണം ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരു 10 വയസ്സാവുന്നിടം വരെ, ഒരു 10-12 വയസ്സ് വരെയൊക്കെ ആ ഫൗണ്ടേഷൻ നമ്മൾ തന്നെ ഒന്ന് ശരിയാക്കണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. ഇപ്പോൾ അത് പറഞ്ഞാൽ എന്നെ തല്ലാൻ വരും കൊച്ചു പിള്ളേരും. പക്ഷേ ഇപ്പോൾ എല്ലാ അച്ഛനെയും അമ്മയും അപ്പൂപ്പനെയൊക്കെ ഏൽപ്പിച്ചൊക്കെ പോയാൽ മതിയല്ലോ. ഞങ്ങളെയൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇവിടെ പലപ്പോഴും ഞാനിവിടെ നിൽക്കുന്നവരോട് പോലും പറയാറുണ്ട്, എൻ്റെ അമ്മയൊക്കെ എല്ലാ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനം കഴിക്കില്ല. നിസ്സാരം ഒരു അച്ചാർ പോലും കടുമാങ്ങയായാലും നെല്ലിക്കയായാലും നാരങ്ങയായാലും ഒക്കെ വീട്ടിൽ വലിയ വാർപ്പിനകത്തിട്ട പാരമ്പര്യമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അയ്യോ, അതൊരു ബഹളമാണ് വീട്ടിൽ അന്നേരം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടുപുറത്തെ കുടുംബത്തിലെ രീതികളാണ് എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞായറാഴ്ച ഇന്ന് ഇവള് അവിയൽ വെക്കട്ടെ, ഇന്ന് മറ്റേ മൂത്തയാൾ തീയൽ വെക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ ഞങ്ങളെ കൊണ്ട് കറിയൊക്കെ വെപ്പിക്കും. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, ഇന്നത്തെ ജോലിക്കാർക്കൊന്നും ഒരൊറ്റ പാചകം അറിഞ്ഞൂടെ പൊന്നു പോണെ. അപ്പോൾ ഞാൻ പറയാം, അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ കണ്ടായിരിക്കും എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പലയിടത്തും ചെന്ന് കയറി അണിഞ്ഞൂടാ എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും സത്യം. അത് അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് സത്യം. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോയി. തമ്പി ചേട്ടൻ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മരിച്ചാലും തീരാത്ത കടപ്പാടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇപ്പം ഈ പറഞ്ഞിട്ട് ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ മദ്രാസിലേക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ ഇങ്ങനെ താമസിക്കേണ്ട കാര്യം എന്താ, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തമ്പി ചേട്ടൻ്റെ മാളിക പണിയുന്നവരും ഏതോ ഒരു സ്വപ്നം 2 പടം ഒന്നിച്ച് ട്രിവാൻഡ്രത്ത് നടക്കുക. മാളിക പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേഷമായിരുന്നു. നമ്മുടെ തമിഴ്നാടിനൊക്കെ ആയിരുന്നു അതിനകത്ത് എൻ്റെ കൂടെ അഭിനയിച്ചതൊക്കെ. അപ്പം ഞാൻ സുഖോട്ടനുണ്ട് ആ പടത്തിനകത്ത്, വൈജി മഹേന്ദ്ര കൂടെ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം രാവിലെ എൻ്റെ അമ്മാവൻ്റെ മകളെയും കൂട്ടി അച്ഛനെയും അമ്മയും ഒന്ന് കാണാൻ പോയി. അപ്പോൾ അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഈ ഒറ്റയ്ക്കുള്ള ഈ സിനിമാ ഫീൽഡിലെ കറക്കത്തിനോട് എനിക്കില്ല, നിനക്കൊരു തുണയുണ്ട്, ഒരു കൂട്ടുണ്ട്, ഒരു സപ്പോർട്ടുണ്ട്, നീ എന്നെ ആരോ സംരക്ഷിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടത് ഒരു പരിധി വരെ ശരിയല്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചോണ്ട് പോവുകയായിരുന്നു. പിന്നെ അവിടെയാണ് സുഖോട്ടം വരുന്നതും. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാം കണ്ട് കാര്യമായിട്ട് വിവാഹം ആലോചിച്ച് അതിൻ്റേതായ രീതിയിൽ സമയം നോക്കി നല്ല മുഹൂർത്തം നോക്കി നടത്തിയതൊക്കെ അപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അത് ഇന്നും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. കാരണം എന്നെ വഴക്ക് പറഞ്ഞതേ ഇല്ല. നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക കാലഘട്ടം, ഒരു ഗ്രഹപ്പഴ പിടിച്ച സമയമുണ്ട് ജാതകത്തിൽ, അപ്പോട്ടെ അതൊക്കെ മറന്നിട്ട് ഈശ്വരനെ ഭജിച്ച് നല്ല സുഖമായിട്ട് ഞങ്ങളുടെ കൂടെ കഴിയുക, ദൈവം നിനക്കൊരു നല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനമ്മ എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഒരു ജീവിതം തുടങ്ങി. സുഹൃത്തി പറഞ്ഞതിനോട്ട് പെട്ടെന്ന് വളർന്നു വന്ന ഒരു നടനാണ്. വളരെ പെട്ടെന്നായിരുന്നല്ലോ അദ്ദേഹം. അപ്പോഴത്തേക്ക് പിന്നൊരു കാര്യം, ഭയങ്കരമായിട്ട് ലൈഫ് പ്ലാൻ ചെയ്തൊരു വ്യക്തിയാണ്. ഒരു ബിസിയായ ഒരു ഹീറോ ശംഖുപുഷ്പം കഴിഞ്ഞപ്പോൾ ആവുന്നു കണ്ടപ്പോൾ തന്നെ അദ്ദേഹം കുറച്ചൊരു അടുക്കും ചീട്ടയൊക്കെ വരുത്തി പറയൂ. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് കുത്തിയിരുന്നെല്ലാം കൂടെ നോക്കാനൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിയെല്ലാം സമ്പാദിച്ചു. മദ്രാസിലെ വീട്, പിന്നെ എന്തിന് എപ്പോഴും അതെ. ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്ഥലം വാങ്ങിച്ചു, മൂന്നാറിൽ സ്ഥലം വാങ്ങിച്ചു, നിലമേൽ 10-22 ഷോറൂമും ഷോപ്പുകളും ഒരു കല്യാണ മണ്ഡപം, ഇങ്ങനെ കിട്ടുന്നതെല്ലാം നല്ല ബുദ്ധിപൂർവ്വമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പോയി അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹം പോയപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് സത്യം. പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇത്രയൊക്കെ പൈസ അവിടെ എൻ്റെ പേരിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഒന്നും അറിയട്ടെ. ഇന്നും ഒരു പക്ഷേ ഞാൻ കഴിയുന്നതിൽ പകുതി കൂടുതൽ പൈസയും ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ പോലും സുഖട്ടനുണ്ടാക്കിയിട്ടതാണ്. ആ വീടിൻ്റെ വാടക, ഈ വീടിൻ്റെ വാടക എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ അങ്ങനെയല്ലേ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടാവും. തിരുവനന്തപുരമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, തീർച്ചയായിട്ടും. തിരുവനന്തപുരത്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് നമ്മുടെ കാര്യവട്ടത്ത് ആദ്യത് സംസ്കൃത കോളേജ് എന്ന് പറയുന്നത് മറ്റേ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതിനകത്തായിരുന്നു ഈ നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, മാനസ്ക്രിപ്റ്റ്സ് ലൈബ്രറി. എൻ്റെ അച്ഛൻ സംസ്കൃത MA മലയാളം MA ആണ്. അപ്പോൾ അന്ന് അച്ഛൻ അതിൻ്റെ തലപ്പത്ത് ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ എന്നുള്ള ഒരു ലെവലിരിക്കുകയും അപ്പോഴാണ് കാര്യവട്ടത്തേക്ക് ഇതിൻ്റെ ഓഫീസ് മാറ്റുന്നു. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ റിട്ടയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇവിടെ ആയിരുന്നു ജോലി.
അങ്ങനെ വന്നപ്പോൾ ചെറുപ്പത്തിൽ എന്നെ കൊടുത്ത് മോഡൽ സ്കൂളിൽ ചേർത്ത്. അവിടുന്ന് കിട്ടിയ 2 നല്ല കൂട്ടുകാരാണ് മണിയമ്പിള്ള രാജു, പിന്നെ കുറച്ച് സീനിയറായിട്ട് അതല്ലേ മോഹൻലാൽ 3-4 വർഷം ഇളപ്പമുള്ള ജഗദീഷ്, മണിയമ്പിള്ള രാജു, മോഹൻലാലിൻ്റെ ചേട്ടനും പ്യാരി ഞാനും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. അങ്ങനെ കുറേ അധികം ഡോക്ടർ പൈസാറിൻ്റെ മകന്, അവരെയൊക്കെ ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴൊരു ഫോട്ടോ മോഡൽ സ്കൂളിലത്തെ നഴ്സറിയിലത്തേത്, അതിലെല്ലാവരും ഇരിക്കുന്നുണ്ട് ആകെപ്പാടെ കയ്യും കെട്ടിക്കാൻ, ചില ഊച്ചാളുകൾ ഇരിക്കുന്നവരെല്ലാവരും നിരന്നിരിപ്പുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അവരൊക്കെ ഒരാൾ വിദേശത്ത്, 1-2 പേര് ഡോക്ടർമാർ, എല്ലാ പ്രൊഫഷനിലും. എന്തിനാ പറഞ്ഞത്, ഞാനൊരു 5-6 കൊല്ലം മുമ്പ് ഞാൻ എവിടെയോ ബോംബെയിൽ കസ്റ്റംസ് ചെയ്തപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു മലയാളി, ഞാൻ ചോദിച്ചു ഇതെന്തിനും ഇവിടെ വന്നെയോ, ഞാനിവിടെ കസ്റ്റംസ് ജോലി ചെയ്യാം, എൻ്റെ ഒന്നുമില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ പോവുക എന്ന് പറയാം. അയ്യോ അതുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ വളരെ അപ്പം നമ്മൾ അങ്ങനെ ഷോക്കടിച്ചവരായി പോകും. ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ അങ്ങ് പോയല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? കൊള്ളാം. മോഡൽ സ്കൂളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെ ഉള്ളൂ. കാരണം ഞാൻ ക്ലാസ് മോണിറ്ററാണ്. കാരണം പാവം നല്ല വെച്ചറിയാതെ അത്യാവശ്യമൊക്കെ പഠിക്കും. അപ്പോൾ സാറുമാരൊക്കെ വന്നിട്ട് വലിയ കഴിഞ്ഞ് വന്നേ ക്ലാസ് മോണിറ്റർ അവർ. പിന്നെ ഞാൻ പോകുമ്പോൾ അതിനാണ് മണിയമ്പിള്ള ഒരു 100 ഈ കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ പേരെഴുതി വയ്ക്കാൻ പറയും. ക്ലാസ്സിൽ സംസാരിക്കും, ഞാനിപ്പോൾ വരാം, സംസാരിക്കുന്നുണ്ട്, പേരെഴുതി വയ്ക്കണത്. ഏത് പീരീഡ് സാറ് പോകുമ്പോൾ പേരെഴുതിയാലും ആദ്യത്തെ പേര് മണിയമ്പിള്ള രാജുവിൻ്റെ സുധീർ കുമാർ എന്നാ പേര്, സുധീർ കുമാർ. പിന്നെ ഒരാളുടെ പേര് ഞാൻ ഇടയ്ക്ക് പക്ഷെ അങ്ങ് പറഞ്ഞു, അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ DSP കണ്ടായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ സാറ് ഇതെന്താണോ എന്നുണ്ടല്ലോ തൻ്റെ പേര് ഒന്നാമത്, ഇതെന്താ ഇങ്ങനെ തനിക്ക് പഠിക്കണമെന്നൊന്നുമില്ല, ഈ സംസാരമാണോ ക്ലാസ് റൂമിൽ വന്നാലെന്നൊക്കെ ചോദിക്കുക. അപ്പം അല്ല സാർ, ഞാൻ ഒരു പാവം, ഈ മല്ലിക പേരെഴുതുക എങ്ങനെയെന്നറിയാമോ, എല്ലാവരും ഈ മൂട്ടിൽ റബ്ബർ വെച്ച പെൻസിലൊക്കെ കൈക്കൂലി കൊടുക്കുന്നവർക്ക്, അപ്പോൾ അവരുടെ ഒന്നും പേര് എഴുതില്ല, ഞാൻ നല്ല കൊച്ചൻ, അതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. അന്നേ പറഞ്ഞ കഥയാണ്. ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ, അന്ന് മൂട്ടി വെച്ച റബ്ബർ കണ്ടിട്ടില്ല, ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ. അത് കഴിഞ്ഞാലോ അതൊക്കെ ആ നേരത്തേക്ക് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു വലിയൊരു ഭയങ്കര, അപ്പോൾ അവിടെ ഒരു വലിയ നിരങ്ങുന്നൊരു സാധനമുണ്ട്, ഈ മുകളിൽ മണ്ണ് വാരിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ശുറ താഴെ വരെ കുറേ ദൂരമുണ്ട്, വലിയൊരു സാധനം, അതായത് മതിൽ പോലെ കെട്ടിയത്. പക്ഷേ അതിൻ്റെ പുറത്തിരുന്ന് നിരങ്ങാം. ഇത് ഞങ്ങൾക്കൊന്നും ആദ്യം അറിയാൻ വയ്യ, കയറി ഇരുന്ന് നിരങ്ങും. ഒരു ദിവസം താഴെ എത്തി മേളോട്ട് നോക്കണം, അതിൻ്റെ പുറകിലത്തെ മുറിയിൽ ഹെഡ് മാസ്റ്ററുടെ റൂം, സാറ് ജനലിൻ്റെ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ ഒറ്റ കരച്ചിൻ്റെ കൂടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കയ്യോ കാലോ ഒക്കെ ഓടിച്ചാലേ തള്ളെ വിടണമെന്ന് ചോദിക്കരുത്. സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ മകൻ്റെ കൈ ഒടിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴും കുസൃതിയും കാര്യങ്ങളും. പിന്നെ പാട്ട് കൊടുത്തോണ്ടേ, അവിടെ ഒരു പാട്ട് ടീച്ചറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മ്യൂസിക്കായിരുന്നു. നല്ല ആൾക്കാരല്ലേ പാട്ടുകാർ, മണിയമ്പിള്ളയൊക്കെ. അയ്യോ സാരിക വന്ന് അവിടെ പറയുമ്പോഴത്തേക്കൂടെ വരെ എന്തോന്നല്ല ഇതൊക്കെ ഉറക്കം വരുന്നതൊക്കെ പറയരുത്. ഇങ്ങനത്തെ തമാശ, അത്രയും ഒരു തമാശയോടുകൂടി. അന്നൊന്നും ഇങ്ങനെ വൈരാഗ്യമോ വിരോധമോ പാർട്ടിയുടെ പേരിലോ ഇലക്ഷനോ അതും അങ്ങനെയൊന്നും ഇല്ലല്ലോ, ആ കാലമല്ലേ. അപ്പം എല്ലാവരും ഒരു പല പല വീട്ടിൽ വരുന്ന അതിൻ്റേതായ ഒരു തമാശയും കാര്യങ്ങളും. അങ്ങനെ സ്കൂൾ ഡേ വരുന്നു. നമ്മുടെ കൈമാപർമ്മൻ സാറിൻ്റെ മോനോട് ഒരു കഥാപ്രസംഗം പറയാൻ. ജോസഫ് കൈമാപർമ്മൻ സാർ കാഥികനാണല്ലോ, അദ്ദേഹം ഒരു ചെറിയ ഒരു 10-20 മിനിറ്റ് നീളം ഒരു കൊച്ചു കഥ എഴുതി മോനെ കൊണ്ട്. ബോബൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് കേട്ടാൽ ഇപ്പോൾ 4-5 പ്രാവശ്യം ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ, എൻ്റെ മല്ലികയെ എന്നെ കളിയാക്കുന്ന. അപ്പം അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എവിടെയോ ആണ് കേട്ടോ, വലിയ ഉദ്യോഗത്തിലിരിക്കുക. പറയാൻ പറഞ്ഞു. അപ്പോൾ അന്ന് കുട്ടമ്പിള്ള സാറിനെ വിളിക്കുന്നത് കടുവ കുട്ടമ്പിള്ള മാസ്റ്ററുടെ വലിയ മീശയാണ് സാറിന്, ഇങ്ങനെ പിരിച്ച് 2 സൈഡിലോട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം ഇത് കേട്ടാൽ തന്നെ പറയും, ഈ സാറിൻ്റെ കാര്യം ഇപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് പറയുന്നത് മാത്രം. പിന്നെ അന്നേരത്തേക്ക് ഇങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ റിഹേഴ്സലാണ്, 3 ദിവസം കൂടെ ഉള്ളൂ സ്കൂളിൽ, 3 ദിവസം 4 ദിവസം കണ്ടേ ഉള്ളൂ സ്കൂൾ, 4 ദിവസം സ്കൂൾ ഡേക്ക്. ഇന്ന് ഹെഡ് മാസ്റ്റർ വരികയാണ് എല്ലാവരുടെയും പരിപാടി കേൾക്കാൻ എന്ന് പറഞ്ഞ് കുട്ടമ്പിള്ള സാറ് വന്നിരുന്നു. ആ കഥാപ്രസംഗം ഒന്ന് കേൾക്കട്ടെ, കുട്ടികൾ കഥാപ്രസംഗം ഒരു രസമാണ്. പറയും ബാബാ എന്നൊക്കെ പറഞ്ഞ് നല്ല ആളിനെ വിളിച്ച. ബോബൻ ഈ വിറയൽ ആദ്യം കാല് വിറച്ചു, പിന്നെ കൈ വിറച്ചു, പിന്നെ പാടി തുടങ്ങിയപ്പോൾ ശബ്ദം മൊത്തം വിറയൽ. ഞാൻ പറഞ്ഞു അപ്പം എല്ലാവരും കൂടെ ബോബ ധൈര്യമായിട്ട് സാറൊന്നും പറയത്തില്ല, ബോബ പറ എന്നൊക്കെ പറഞ്ഞു. വെമ്പലനാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്ക് പുള്ളിക്കാരൊന്നും അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അന്ന് എന്നെ എല്ലാവരും ആമ്പിള്ളാരെ പോലെ കണ്ടിരിക്കുന്നത്. ഊച്ചാളിയാണ് ഞാൻ, ശരി, അതൊക്കെ സത്യമാണ്, പെട്ടെന്ന് വെച്ച് കൊടുക്കത്തില്ല, അതിപ്പോഴും ഉണ്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ. അങ്ങനെ ഇരുന്നപ്പോൾ പാട്ട് ടീച്ചർ, തങ്കമ്മ ടീച്ചർ സാറേ നമുക്ക് 3-4 ദിവസം ഉണ്ടല്ലോ, മല്ലിയെ അവിടെ ഒന്ന് പറഞ്ഞു നോക്കാം, കുറച്ചല്ലേ ഉള്ളൂ, പറയും മല്ലിയെ പറയും എന്നൊക്കെ പറയും. എൻ്റെ പൊന്നെ അപ്പം എന്നെ വിളിച്ചു, മല്ലിയെ
ഇത് കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഞങ്ങളും കൂടെ സഹായിക്കാം, ഒന്ന് പഠിച്ച് കുറച്ചൊക്കെ മാറിപ്പോയാലും ആ കഥയായിട്ടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ പാട്ടിന് പിൻപാട്ടൊക്കെ കൂടെ പഠിക്കുന്നവരാണ്. ഇത് ലണ്ടനിലാണ് പ്രതാപൻ തബല, ഹാർമോണിയം, പിന്നെ പിൻപാട്ടുകാരായിട്ട് ചേർത്തല ഗോപാൽദാസ് സാറിൻ്റെ മോള് ശ്രീലത, മണിയമ്പിള്ള രാജു വരെ ഉണ്ട് ജാലറടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അടിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ പറയാം ഇത് കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല, ഞാൻ പറയാം ടീച്ചർക്ക്. ഞാൻ പറയില്ലേ സാറേ മല്ലിക പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. 3 ദിവസം കൊണ്ട് പഠിച്ച് 4-ാം ദിവസം ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാൻ ആ കഥാപ്രസംഗം പറയുകയാണ്. ഇതാണ് ചന്ദനക്കട്ടിലിൻ്റെ പേര്. ഇത് സംഭവം തമാശ അതൊന്നുമല്ല. ഇത് പറയുന്നു അല്ല, കൊച്ചു പിള്ളേർ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ കഥാപ്രസംഗം നല്ല ഗംഭീരമായിട്ട് പറഞ്ഞ് ഭയങ്കര കയ്യടി. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ കയ്യടി കണ്ടുകൊണ്ട് ആദ്യം എൻ്റെ അമ്മ, തൊട്ടപ്പുറത്താണ് സർവശാസ്താവിൻ്റെ ക്ഷേത്രം, ഇപ്പോഴും വൃശ്ചികം എൻ്റെ വക ചെറുപ്പാണ് അവിടെ തൈക്കാട്ട്. എൻ്റെ അയ്യപ്പ സർവശാസ്താവേ എൻ്റെ കുഞ്ഞിന് പനിയൊന്നും വരുത്തല്ലേ, നന്നായിരിക്കും പറഞ്ഞ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കിലെ പഴയ നാട്ടുപുറത്ത് ഇങ്ങനെ പറയുമ്പോൾ വല്ല ദൃഷ്ടിദോഷം വന്ന് കൊച്ചിന് വല്ല പനിയോ വല്ലതും വരുമെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അമ്മ നേർന്നു. ഇത് പഠിപ്പിച്ച പാട്ട് ടീച്ചർ വേറെ എങ്ങാണ്ട് നേർന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ജോൺ സാറിൻ്റെ നാട്ടിലൊരു പള്ളിയിൽ അച്ഛൻ അതപ്പോൾ നീ പഠിത്തം നിർത്തി കഥാപ്രസംഗമാക്കി തൊഴിൽ അച്ഛനെ വിളിച്ച് ചോദിച്ചു. അപ്പം ഞാൻ എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഏതായാലും അതിനെ തുടർന്ന് ഞങ്ങളുടെ ടീം 3 സ്ഥലത്ത് ഈ കഥാപ്രസംഗം അവതരിപ്പിച്ചു. അതാണ് ഈ അടുത്ത കാലത്ത് ചില ചാനലിൽ റിയാലിറ്റി ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ MG ശ്രീകുമാരൊക്കെ ചോദിച്ചു ഏതോ ഒരു അങ്ങനെ അതിൻ്റെ പേര് അങ്ങനെ ആയിരുന്നു വെച്ചാൽ. ഇതൊക്കെ ഒരിക്കലും മറക്കാനൊക്കാത്ത കാര്യമാണ്. കാരണം ഞങ്ങൾ കുറച്ച് പേര് 3 ദിവസം കൊണ്ടൊരു അന്നത്തെ കാലത്ത് ഈ 10-11 വയസ്സുള്ള പിള്ളേരൊന്നും കഥാപ്രസംഗം അവതരിപ്പിച്ച് കേട്ടിട്ടില്ല. ഇത് വല്ല കൂസലുണ്ടോ? ഞങ്ങളൊക്കെ അല്ലേ പറയാന്ന് പറഞ്ഞത് തന്നെ, അത് പറയുകയും ചെയ്ത് വലിയ പേരുമായിരുന്നു അന്ന്. അതൊക്കെ ഒരു മറക്കാനൊക്കാത്ത സംഭവങ്ങളാണ് അതെല്ലാം. ആ സമയത്ത് ലാലേട്ടനുമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നതാണ്, ലാലു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചത് കൊണ്ടുള്ളൊരു ബന്ധമല്ല. കാരണം ലാലുവിൻ്റെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് പത്തനംതിട്ടയും എലന്തൂരും ഒക്കെ ആയിട്ട്. എൻ്റെ അമ്മയുടെ വീട് ഓമല്ലൂരാണ്. അപ്പോൾ അറിയാം വളരെ. പിന്നെ അച്ഛൻ്റെ വലിയ അടുത്ത ഒരു സഹോദരനെ പോലെ സ്നേഹമുള്ള ഒരാളായിരുന്നു മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥേട്ടൻ. അമ്മയെ അതുപോലെ, അത് പണ്ടിതുപോലെ എൻ്റെ ചേട്ടനെയാണ് ഇവരെല്ലാം മണിച്ചേട്ടാ കൂടുതൽ ആദ്യം അടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ലാലുവിൻ്റെ അച്ഛൻ വീട്ടിൽ എന്ന് പറയാം, ഒരു ചെറിയ പനി വന്നാലും ശാന്തമ്മ ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അമ്മേ മണി എന്ന് എൻ്റെ ചേട്ടൻ മണി വൈകിട്ട് വന്നിട്ടേ വരുന്ന വഴി 2 ക്രോസറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അത് എന്നിട്ട് പറഞ്ഞാൽ ഒരു ഗംഭീര മരുന്നാന്ന് പറഞ്ഞാൽ നാളെ ശാന്തമ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് പാവം ചേച്ചി ഇങ്ങനെ കളിയാക്കും. അപ്പോൾ ചേട്ടനെ വലിയ കാര്യം. അങ്ങനെ ഞങ്ങളൊരു ഈ കുറച്ചൊരു ബന്ധുത്വമൊക്കെ ഉള്ളത് കൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഇവർ നാട്ടിലോട്ടൊന്ന് പോയിട്ട് വൈകിട്ട് വരാമെന്ന് പറയുമ്പോൾ ലാലു അവിടെ ഒന്ന് ചേട്ടനുമായിട്ട് നിന്ന് കളിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഈ ലാലുവിൻ്റെ കുസൃതിയെ പറ്റി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയ്യോ മഹാകുസൃതിയായിരുന്നു ലാലു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഒരു വലിയ ചലച്ചിത്ര ലോകത്ത് ഭയങ്കര സൂപ്പർ മെഗാ ഇന്റർനാഷണൽ പാൻ ഇന്ത്യൻ ആക്ടറൊക്കെ ആയപ്പോൾ നമുക്കൊന്നും അങ്ങനെ പറയാനൊക്കത്തില്ല. ഒരുപാട് പേര് കൂടെ നടക്കാനായി. കൂടെ നടക്കുന്നവർക്ക് ഇവളാര് ഒരു ചേച്ചി ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമല്ലേ. എനിക്ക് അതൊന്നും വലിയ വിഷമമൊന്നുമില്ല. ലാലു ഇന്നും ഞങ്ങളുടെ പഴയ ലാലു ആണ്. കാരണം അതുകൊണ്ടാണ് എനിക്ക് ലാലുവിൻ്റെ അടുത്ത് വളരെ സീരിയസ് സബ്ജക്റ്റ് ഒന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ കണ്ണിലൊരു 6-7 വയസ്സുള്ളപ്പോൾ കൊച്ചുകുട്ടിയാണ്. അതേപോലെ അല്ല മമ്മൂട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത് സുഹോട്ടനിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പടം തന്നെ സ്ഫോടനത്തിനാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം കാണുന്നത്. മറ്റേത് അഭിനയിക്കുമ്പോൾ വാസുവേട്ടൻ്റെ പടം അഭിനയിക്കുമ്പോൾ ഞാനില്ല. സ്ഫോടനത്തിന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ അന്ന് മമ്മൂട്ടിയുണ്ട്. എനിക്ക് തോന്നുന്നത് സുലു വന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രസവിച്ച് കിടക്കുകയാണ് മോളെ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മുടെ നവോദയ അപ്പച്ചൻ സാറ് വന്നിട്ട് ഈ പടയോട്ടത്തിൽ അഭിനയിക്കുക സുഹോട്ടനെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് ഞാൻ കേൾക്കുന്നത്, എൻ്റെ അപ്പച്ച ഞാൻ ഈ കുടുംബയൊക്കെ വെച്ച മഹാ ബോറായിരിക്കും, നല്ല സുന്ദരം ചെറുക്കം വന്നിട്ടുണ്ട് താഴെ എന്നൊക്കെ പറയുന്നത്. മമ്മൂട്ടിയെ പറ്റി ഒരുപാട് ഇങ്ങനെ പ്രശംസിച്ച് പറഞ്ഞു. നല്ല ആർട്ടിസ്റ്റാണ്, കാണാൻ നല്ല പൊക്കവും ഒക്കെ ഉണ്ട്, കറക്റ്റായിരിക്കും ആ വേഷത്തിന് നസീർ സാറിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ്. അല്ല സുവർണ്ണ എപ്പോഴും മമ്മൂട്ടിയുടെ ഒരു തുറന്ന സമീപനത്തിനോട് വളരെ അനുകൂല മനോഭാവമുള്ള മമ്മൂട്ടിക്ക് ഒന്ന് ഉള്ളിൽ വെച്ച് വേർന്ന് സംസാരിക്കാൻ. തമാശന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നതല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ട് കാര്യം വെച്ചാൽ മമ്മൂട്ടി സീരിയസ് ആയിട്ട് ഉത്തരം പറയും. അതിനകത്ത് വേറെ ഒരു സുഖിപ്പിക്കൽ പരിപാടിയോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അതൊന്നുമില്ല. അത് തന്നെ സുഖമായിട്ട് എന്ത് വിചാരിക്കും എന്നുള്ളത് പിന്നെ കാണാം. ഇതാണ് സത്യം എന്ന് പറയുന്ന ചില ആൾക്കാരില്ലേ.
അത് തന്നെയാണ് ഇപ്പൊ പൃഥ്വിരാജ്. പൃഥ്വിരാജിന് ഈ തോളത്ത് കൈയിട്ട് സൂചിപ്പിക്കുന്നൊന്നും അറിയാൻ വയ്യ. ഉള്ളതുപോലെ പറയും, ഇതാണ് അതിന്റെ സത്യം എന്നവൻ പറയും. അതുകൊണ്ടുള്ള ശത്രുക്കളേ ഉള്ളൂ, അല്ലാതെ എന്തോന്ന് ബാക്കി ഇതൊക്കെ നമ്മളത്ര കാര്യമാക്കാറുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.